രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പൊന്നുമക്കൾക്ക് ഈശോയുടെ സ്നേഹല്ലേ? ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് കുഞ്ഞുമക്കൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത നമ്മുടെ പൊന്നീശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കുഞ്ഞുമക്കൾ കൈകൂപ്പിയേ. കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മഹാശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, മകനേ മകനേ നീ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ, കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു, മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു, മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. നമുക്ക് വേണ്ടി നമ്മളുള്ള സ്നേഹത്തെ പ്രതി പീഡകൾ സഹിച്ച ഈശോയോട് കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചുവല്ലേ? ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചർ തന്ന വർക്ക് കുഞ്ഞുമക്കൾ എല്ലാവരും ചെയ്ത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? കൊടുത്തു അല്ലേ? ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് പഠിക്കുന്ന നമ്മുടെ 14-ാമത്തെ പാഠത്തിന്റെ പേരെന്തായിരുന്നു? നമുക്ക് വേണ്ടി മരിച്ച ഈശോ. ഈശോയെ ജനപ്രമാണിമാരും യഹൂദ പ്രമാണികളും എന്തുകൊണ്ടാ ദേഷ്യത്തോടെ നോക്കിയതെന്ന് നാം കണ്ടത്? കാരണം ജനങ്ങൾ ഈശോയെ രാജാവാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഈശോയെ ഒറ്റിക്കൊടുത്തത് ആരായിരുന്നു? സവ്യ പറഞ്ഞേ. സ്വന്തം ശിഷ്യനായ യൂദാസ് ഇസ്കറിയോത്ത. ഈശോയെ മരണത്തിന് വിധിച്ചത് ആരായിരുന്നു? ടിനു പറഞ്ഞേ. പന്തിയോസ് പീലാത്തോസ് എന്ന ഭരണാധികാരി. ഈശോയെ പടയാളികൾ എങ്ങനെയൊക്കെയാ പീഡിപ്പിച്ചത്? ഈശോയെ ചമ്മട്ടി കൊണ്ടടിച്ചു, മുഖത്ത് തുപ്പി, മുള്ളുകൾ കൊണ്ടുള്ള കിരീടം ശിരസിൽ വെച്ചു, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. തുടർന്ന് ഭാരമുള്ള വലിയ ഒരു മരക്കുരിശ് ഈശോയുടെ തോളിൽ വെച്ചുകൊണ്ട് ഈശോയെ ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോയി. ഗാഗുൽത്തായിലെത്തിയപ്പോഴോ ഈശോയെ കുരിശിൽ കിടത്തി അവിടുത്തെ കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ അടിച്ചു കയറ്റി. ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ആരൊക്കെയാ ഈശോയുടെ ഇടത്തും വലത്തും കുരിശിൽ തറയ്ക്കപ്പെട്ടത്? 2 കള്ളന്മാർ. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ പാപികളായ 2 കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തറച്ചത് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അല്ലേ? തുടർന്ന് ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ഈശോയുടെ കുരിശിന്റെ മുകളിൽ അവർ ഇപ്രകാരം എഴുതി വെച്ചു: യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. എന്തായിരുന്നു എഴുതിയത്? യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. 3 മണിക്കൂർ സമയം കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈശോ വേദന സഹിച്ചു. എത്ര മണിക്കൂറാ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വേദന സഹിച്ചത്? 3 മണിക്കൂർ. കുരിശിൽ കിടന്നുകൊണ്ട് ഈ 3 മണിക്കൂർ സമയം കഠിനമായ പീഡകൾ സഹിക്കുമ്പോഴും ഈശോ എന്താ ചെയ്തതെന്നറിയോ? തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ കണ്ടു, പടയാളികൾ ഈശോയെ
ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുൾമുടി ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈശോ അതെല്ലാം നിശബ്ദനായി സഹിച്ചുവെന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഈ വേദനകളെല്ലാം സന്തോഷത്തോടെ സഹിക്കുക മാത്രമല്ല, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന മാതൃക എന്താ? ഈശോ എല്ലാവരെയും സ്നേഹിച്ചു, അതുപോലെ ഞാനും എല്ലാവരെയും സ്നേഹിക്കും. ഈശോ എല്ലാവരോടും ക്ഷമിച്ചു, ഈശോയെ പോലെ ഞാനും എല്ലാവരോടും ക്ഷമിക്കും. ഈശോ എല്ലാവർക്കും നന്മ ചെയ്തു, ഈശോയെ പോലെ ഞാനും എല്ലാവർക്കും നന്മ ചെയ്യും. ഈശോ നമുക്ക് നൽകിയ മാതൃക എന്താ? കുഞ്ഞുമക്കളെ ടീച്ചറോടൊപ്പം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈശോ എല്ലാവരെയും സ്നേഹിച്ചു, ഈശോയെ പോലെ ഞാനും എല്ലാവരെയും സ്നേഹിക്കും. ഈശോ എല്ലാവരോടും ക്ഷമിച്ചു, ഈശോയെ പോലെ ഞാനും എല്ലാവരോടും ക്ഷമിക്കും. ഈശോ എല്ലാവർക്കും നന്മ ചെയ്തു, ഈശോയെ പോലെ ഞാനും എല്ലാവർക്കും നന്മ ചെയ്യും. ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ പാഠപുസ്തകത്തിലെ 64-ാമത്തെ പേജില് ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന പൂർത്തിയാക്കുവാനും ഈശോ നൽകിയ മാതൃക പൂരിപ്പിക്കുവാനും തന്നിട്ടുണ്ട്. കുഞ്ഞുമക്കള് ഈ 2 കാര്യങ്ങളും ചെയ്ത് ഫോട്ടോ എടുത്ത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ വർക്ക് കിട്ടിയില്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് 3 മണിക്കൂർ സമയം കഠിനമായ പീഡകൾ സഹിച്ചും തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ കുരിശിൽ മരിച്ചു. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച ഈശോയെ നമുക്കൊരു പാട്ടിലൂടെ ആരാധിക്കാം. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുഞ്ഞുമക്കളെ എല്ലാവരും ടീച്ചറോടൊപ്പം ഒരുമിച്ച് പാടി ഈശോയെ ആരാധിച്ചേ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഈശോ കുരിശിൽ മരിച്ചത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. ഈശോയുടെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചയ്ക്ക് ഒരു പേരുണ്ടല്ലോ. കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. ദുഃഖ വെള്ളിയാഴ്ചയല്ലേ? ദുഃഖ വെള്ളിയാഴ്ചയുടെ മറ്റൊരു പേരാണ് പീഡാനുഭവ വെള്ളി. ഈശോ കുരിശിൽ മരിച്ചതിന്റെ ഓർമ്മയാണ് നാം ദുഃഖ വെള്ളിയാഴ്ച അഥവാ പീഡാനുഭവ വെള്ളിയാഴ്ച ആചരിക്കുന്നത്. ദുഃഖ വെള്ളിയാഴ്ച കുഞ്ഞുമക്കള് പാരന്റ്സിന്റെ കൂടെ പള്ളിയിൽ പോയതൊക്കെ ഓർക്കുന്നില്ലേ? അന്നേ ദിവസം എന്തൊക്കെ തിരുക്കർമ്മങ്ങളാ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്? ഈശോയുടെ പീഡാനുഭവ ചരിതം വായിക്കുമല്ലേ? പിന്നെയോ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉണ്ടാകും. ഈശോയുടെ വലിയ രൂപം നടുവിൽ കിടത്തി നാം ഈശോയെ വണങ്ങും, കൈപ്പില കഴിക്കും. പിന്നെയോ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പരിഹാര പ്രദക്ഷിണം നടത്തും. നമ്മുടെ വീടുകളില് നമ്മുടെ പാരന്റ്സും ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയും അന്നേ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും അല്ലേ? കുഞ്ഞുമക്കൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈശോയുടെ പീഡാസഹനങ്ങളിൽ നാമും പങ്കുചേരുന്നതിന്റെ അടയാളമായിട്ടാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? എന്തിനു വേണ്ടിയാ ഈശോ ഈ പീഡകളെല്ലാം സഹിച്ച് കുരിശിൽ മരിച്ചത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്തിനു വേണ്ടിയായിരുന്നു മക്കളെ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ നാം സ്നേഹിക്കണം. തെറ്റുകൾ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാതെ ജീവിക്കണം. ഈ പാഠത്തിലൂടെ ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ കുഞ്ഞുമക്കൾ മനസ്സിലാക്കിയതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തു നോക്കാം. ഈശോയുടെ കുരിശിന്റെ മുകളിൽ എന്തായിരുന്നു എഴുതി വെച്ചത്? യൂതന്മാരുടെ രാജാവായ നസറായൻ ഈശോ. ദുഃഖവെള്ളിയാഴ്ച നാം എന്താ ആചരിക്കുന്നത്? ഈശോ മരിച്ച ദിവസത്തിന്റെ ഓർമ്മ. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയോട് നാം എപ്രകാരമാ വർത്തിക്കേണ്ടത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ നാം സ്നേഹിക്കണം. തെറ്റുകൾ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാതെ ജീവിക്കണം. ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ ശീലങ്ങളാക്കേണ്ട കാര്യങ്ങൾ
എന്തെല്ലാമായിരുന്നു? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചതുപോലെ നാമും നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കണം. തെറ്റുകൾ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കരുത്. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കരുത്. നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കണം. ഇക്കാര്യങ്ങളെല്ലാം എപ്പോഴും ചെയ്യാനായിട്ട് കുഞ്ഞുമക്കള് ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് ഒരു പുതിയ പ്രാർത്ഥന പഠിച്ചാലോ? കുഞ്ഞുമക്കള് റെഡിയല്ലേ? ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ഓർക്കുന്ന വലിയ ആഴ്ചയിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് മിശിഹ നമുക്ക് വേണ്ടി എന്ന ജപം. ഈ പ്രാർത്ഥനയാണ് കുഞ്ഞുമക്കൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ടീച്ചർ അതൊന്ന് ചൊല്ലിത്തരാം. മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി. അതേ, അവിടുന്ന് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി. എല്ലാ നാമത്തെയും കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. പ്രാർത്ഥിക്കാം. സർവേശ്വര, ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ മർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ച് രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കൺ പാർക്കണമെന്ന് അങ്ങയോടുകൂടി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ വഴിയായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും വഴി വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളോട് കരുണ തോന്നണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ടീച്ചർ പറഞ്ഞു, വലിയ ആഴ്ചയിലാണ് നാം ഈ പ്രാർത്ഥന ചൊല്ലുകയെന്ന്. വലിയ ആഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുഞ്ഞുമക്കൾക്കറിയോ? 50 നോമ്പിലെ ഓശാന ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെ ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ഓർത്ത് നാം പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് വലിയ ആഴ്ച. കുഞ്ഞുമക്കൾ എല്ലാവരും ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം. കൂടാതെ നമ്മുടെ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഉത്തരം കണ്ടെത്താനായി കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങളും കണ്ടെത്തി പഠിക്കണം. നന്നായി പഠിക്കില്ലേ? പഠിച്ച് മിടുക്കരാകണം. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എനിക്കീശോ മൂന്നാണിമേൽ പിടഞ്ഞു, എനിക്കീശോ മൂന്നാം ദിനം ഉയർത്തു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.